ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും 3 ഏലക്കയും ഒരു കറുവാപ്പട്ടയും ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഈ സേമിയ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് വറുത്തെടുത്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പകുതി ഒരു പുഡിംഗ് ട്രേയിലിട്ട് ഇട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനേക്കുള്ളൊരു കസ്റ്റേർഡ് ലെയർ റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് അതും ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് കസ്റ്റേർഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. മധുരത്തിന് കുറച്ച് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സേമിയൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കാം. തേർഡ് ലെയറായിട്ട് ബാക്കി വന്ന സേമിയയും കൂടി ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം.